ഇവിടെ എവിടെയെങ്കിലും സ്ഥിരതാമസം ആക്കിയല്ലോ എന്ന് ആലോചിക്കുക. വീട്ടിൽ ഇനി പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്ത് പറ്റി? അതെ, വീട്ടില് പാന്റും കൊണ്ടൊരു ടീം വന്നിരിപ്പില്ലേ. പാന്റ് ഇവന്റെ ആണെങ്കിൽ നക്ഷത്ര പോലെ അനുസരിച്ച് അടി എനിക്കാ. അതിന് നിങ്ങളാന്ന് അവർക്ക് അറിഞ്ഞൂടല്ലോ. അവരെ കൂട്ടത്തിൽ മൂക്കിൽ റിഫ്ലക്ടർ ഒട്ട് ചെറുതനുണ്ട്. അവൻ എന്തായാലും എന്നെ കണ്ടു കാണും. എടാ അവനൊന്നും കണ്ടു കാണൂലേ, ഇരുട്ടായിരുന്നില്ലേ? സൗര സമാധാനിപ്പിക്കുന്നതൊക്കെ നല്ല പരിപാടിയാ. പക്ഷെ എന്റെ സാഹചര്യം കൂടെ നോക്കണ്ടേ. നിന്റെ അടുത്ത് അവ എന്താ പറഞ്ഞേ? സെറയുടെ പപ്പയെ പിക്കയല്ലേ, നീ പോയി പിക്കി. പപ്പേ ആ സേരയുടെ പപ്പ അയാള് കുറ്റിയും പറിച്ചോണ്ട് വന്നത്. അതിന് ഇനി എന്ത് സ്കീമാണോ നോക്കിയിട്ട് വരാം. സാം എങ്ങോട്ടാണ് സാർ ഇത്ര തിരക്ക് പിടിച്ച്? ഞാൻ പ്രിയ വിളിക്കായിരിക്കായിരുന്നു. ഒരു വെൽവെറ്റ് മോക്ക ക്യാപ്പച്ചിനോ കുടിക്കാൻ മനസ്സ് പറയുന്നു. പ്രിയക്ക് പ്രിയമുണ്ടെങ്കിൽ പോരുന്നോ എന്റെ കൂടെ? ഓക്കെ, ജസ്റ്റ് 1 സെക്കൻഡ് ഫോൺ എടുത്തിട്ട് വരാം. ഓക്കെ. ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എങ്ങോട്ടാ? ഒരു ചായ കുടിക്കാൻ. ബോബിന്റെ മെയിൽ കിട്ടിയിരുന്നോ? ആ ഓഹോ, അപ്പൊ എസ്കലേഷൻ കിട്ടിയാൽ അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുള്ള വാശിയിലാണോ? പ്രിയ എങ്ങോട്ടാ? ഞാനൊന്ന് സാമിന്റെ ഒപ്പം കോഫി ഷോപ്പ് വരെ. സാമിന് കോഫി വേണ്ടെന്ന് അർജന്റായിട്ട് മെയിൽ അയക്കാണ്ടെന്ന് അല്ലേ സാം? അതെ. അല്ല പ്രിയ പോലെ കോഫി കുടിക്കാനല്ലേ? ഞാനങ്ങോട്ടാ. വാ വാ. ഞാൻ ഡാൻസ് കളിക്കണമെന്ന് എല്ലാവർക്കും നിർബന്ധം. പിന്നെ നമ്മുടെ TV മൊത്തം മാറ്റിയിട്ട് അവിടെ ഒരു LCD സ്ക്രീൻ വെച്ചിട്ട് സ്റ്റെപ്പ് ഇടണമെന്നാണ് ഇവര് പറയുന്നത്. വെൽവെറ്റ് മോക്ക കുടിക്കാനുള്ള പോക്ക നോ അളിയാത്. പപ്പ ഇത്രയും കാലം ഞാൻ വേണ്ടാന്ന് വിചാരിച്ചു. ഇനി അവന് മാപ്പില്ല. അവൻ ആ പെണ്ണിനെ കൊണ്ട് ഓൺ സൈറ്റിൽ പോവില്ല. പോവുകയാണേ അത് ഈ സാം ആയിരിക്കും. എടാ അപ്പൊ പപ്പയെ പിക്കണ്ടേ? അത് നീ പിക്ക് ചെയ്താൽ മതി. എടാ എനിക്ക് അവളുടെ മുഖമൊന്നും ഓർമ്മയില്ല. എടാ അത് ഫേസ്ബുക്കിൽ കയറി നോക്കിയാൽ മതി. അല്ലെങ്കിൽ തന്നെ കാണാൻ പാകത്തിനൊന്നുമില്ല. അവിടെ ഗതി കെട്ട ഒരാളെ ഉണ്ടാവുള്ളൂ. അത് തന്നെ തന്ത. സർ ബിൽ. രാവിലെ വന്നിരിക്കാൻ തുടങ്ങിയതാ. ഇതിപ്പോ 5ാമത്തെ ചായ കുടിക്കണേ. ലാപ്ടോപ്പ് ഒക്കെ ഉണ്ടല്ലോ. എന്നാ ഉറപ്പിച്ചോ അതെവിടെന്നെങ്കിലും മോഷ്ടിച്ചതാവും. അതിനകത്തേക്ക് കയറാൻ തന്നെ സെക്യൂരിറ്റി സമ്മതിക്കുന്നില്ല. പിന്നെയാ ആളെ കണ്ടുപിടിക്കുന്നത്. ഭായി ഞാനൊരു ഫോട്ടോ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. സഞ്ജീവിന് പറയാൻ ജോയിൻ ചെയ്തൊരു ലേഡിയാണ്. സെപ്പറേറ്റഡ്, സിംഗിൾ ആൻഡ് കരിയർ ഫോക്കസ്ഡ്. ആള് വിചാരിച്ച ചിലപ്പോൾ ആ ലാപ്ടോപ്പ് ഒന്ന് അൺലോക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. സർ കാർഡ് ഡിക്ലൈൻഡ് ആണ്. എനി അതർ പേയ്മെന്റ് മെത്തേഡ്? അതെന്റെ സുഹൃത്ത് തരും. ഇവിടെ തന്നെ ഉണ്ട്, ഇപ്പൊ വരും. കുണുക്കിട്ട കോഫി എന്ന് പറഞ്ഞിട്ടൊരു കോഫി കിട്ടും ഇവിടെ. നല്ല അതാണ്. best സാധനാ. വാ. ഏത്? ആ പോയോര്. അതെ. ഓക്കെ സർ. കുണുക്കിട്ട കോഫി ഒന്ന് ട്രൈ ചെയ്താലോ? ആ കുഴപ്പമില്ല. പല ഫ്ലേവറിൽ കിട്ടും. സർ മെനു വന്നു. സ്നാക്സ് എന്താ വേണ്ടത്? സാറിന് ഇഷ്ടമുള്ള പറഞ്ഞോളൂ സർ. ഇവിടെ എങ്ങനെയാണോ എന്താ സർ? ഓർഡർ എടുക്കുന്നതിന് മുമ്പ് ബില്ലാണോ തരുന്നത്? അല്ല ആ സാറ് തരാൻ പറഞ്ഞു. സാറ്? ആ സാറ്. ഞാൻ ചോദിച്ചിട്ട് വരാം. ഹലോ സാർ, ഈ 5 ചായയുടെ കാശ് മാത്രം കൊടുത്താൽ മതിയോ അതോ വൈകിട്ട് കഴിക്കാനുള്ള ബിരിയാണിയുടെ കാശും കൂടി ഞാൻ കൊടുക്കണോ? സോറി, എൻ്റെ ഒരു സുഹൃത്ത് എന്നെ പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അയാളെന്നാ വിചാരിച്ചേ. ഓഹോ ഹോ ഹോ ഹോ, ആള് മാറിയതാണല്ലേ. അപ്പൊ എനിക്കിത് ഇവിടെ വയ്ക്കാലോ? അല്ലെങ്കിലും സതീഷിനെ ഓൺ സൈറ്റ് വിടാൻ പേഴ്സണലി എനിക്ക് അത്ര താല്പര്യം ഉണ്ടാവില്ല, എനിക്കറിയാം. സാം, കീപ് ദിസ് ബിറ്റ്വീൻ അസ്. ഓക്കെ. കഴിഞ്ഞ 2 ക്വാർട്ടറിലെ റവന്യൂ സാമിന് അറിയാലോ. വി നീഡ് ടു ഹാവ് എ ഫ്യൂ മോർ ആക്റ്റീവ് അക്കൗണ്ട്സ് വെരി ബാഡ്ലി. എൻ്റെ പൊന്ന് ഗാഗ, അല്ല ഗായത്രി, ഞാനതല്ലേ പറഞ്ഞേ, സതീശൻ പോയി കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല. എനിക്ക് പോകാൻ പ്രത്യേകിച്ച് വലിയ താല്പര്യമൊന്നുമില്ല. എങ്കിലും ഞാൻ പോയ ചില ഗുണങ്ങളുണ്ട്. എന്തു ഗുണം? അതെ, എനിക്കൊരു അമ്മാവനുണ്ട്. SFOയിൽ പുള്ളി ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ചെറിയ പ്രൊജക്ട്സ് ഒക്കെ ഔട്ട്സോഴ്സ് ചെയ്യുന്നുണ്ട്. നമുക്ക് പുള്ളിയെ ക്യാൻവാസ് ചെയ്ത് കൺവിൻസ് ചെയ്ത് കൊണ്ടുവന്നോടെ ഇങ്ങോട്ടേക്ക്. ആഹാ, സാമിന് അങ്ങനെ ഒരു അമ്മാവനുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ 1-2 കേസ് സ്റ്റഡീസ് ഒന്ന് പിച്ച് ചെയ്യാൻ പറ്റുമോ? പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാവൻ റിജക്റ്റ് ഒന്നും ചെയ്യുന്നില്ല. ഭയങ്കര കക്ഷിയാട്ടോ, പരിചയപ്പെട്ട ആളാ. ഒരുപാട് ഒരു സകലകലാവല്ലഭൻ, ഓഫ് റോഡിങ്, പിന്നെ സ്കൂബ ഡൈവിംഗ്, ബഞ്ചി ജമ്പിങ്, കരാട്ടെ, കുങ്ഫു, അങ്ങനെ പുള്ളിക്കില്ലാത്ത ഒരു പരിപാടിയും ഇല്ല.
കല്യാണം കഴിച്ചിട്ടില്ല കേട്ടോ. ഒരു എലഗൻ ക്രോണിക് ബാച്ചിലർ, ഗായത്രിയെ പോലെ തന്നെ. സാറിന് ഓർഡർ കൂടി ഉണ്ട് കേട്ടാ. ആ ഈ പുള്ളി ഇതുവരെ പോയില്ലേ? കാശ് കിട്ടണമെന്ന് തോന്നണില്ല ഏട്ടാ. അയാള് ഫ്രോഡാണെന്നാ തോന്നുന്നേ. കണ്ടിട്ടൊരു ഫ്രോഡാടോ, പിടിച്ച് പോലീസിൽ ഏൽപ്പിക്ക്. പിന്നെ അല്ലാതെ Tú me tienes en altura, baby, tú me subes temperatura. Yo no quiero perderte, yo no quiero perderte. Dame അങ്കിളെ, ആ ഇയാളെന്നെ. ഞാനിപ്പം വൈകിപ്പോയി. ബ്രോ അയച്ചിട്ടുണ്ട്. പോവാം. അങ്കിൾ എങ്ങനെ ഇങ്ങോട്ട് വന്നേ? എനിക്ക് അങ്കിൾ ആദ്യം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. പിന്നെ സാർക്ക് ഇത്ര പൊക്കമില്ലല്ലോ. ആൻറ്റി പൊക്കം കുറവാണല്ലേ. സാമിൻ്റെ ചൂണ്ടയിൽ കുരുങ്ങി ലേഡി ഗാഗ അമേരിക്കയിലെ ഇല്ലാത്ത അമ്മാവനെ സ്വപ്നം കാണാൻ തുടങ്ങിയപ്പോൾ വാസ്തവത്തിൽ ഗ്രൗണ്ട് ഒരുങ്ങുന്നത് മറ്റൊരു കളിക്ക് വേണ്ടിയായിരുന്നു. അങ്കിളെ, ഞാനൊന്ന് ഫുഡ് വാങ്ങിയിട്ട് വരാം. അങ്കിൾ ഇവിടെ ഇരിക്കും, 5 മിനിറ്റ്. കുഴിമന്തിയാ മേടിച്ചേ. സാധാരണ ഞാൻ ചെസ് പീസിന് അടി ഉണ്ടാക്കാറാ പതിവ്. അങ്ങനെ ആരോ ആർക്കോ വേണ്ടി ഓർഡർ ചെയ്ത ടൈം ബോംബ് ഒപ്പിട്ട് വാങ്ങിച്ച് പപ്പം വീട്ടിലോട്ട് കെട്ടിയെടുത്തപ്പോൾ ഇവിടെ ഓൾറെഡി പൊട്ടാണ്ട് കിടന്ന പടക്കങ്ങൾ വരെ പതുക്കെ ചീറ്റി തുടങ്ങി. പ്രേമേട്ടാ, ഓ, നമ്മൾ ഈ തപ്പി നടക്കുന്നവൻ നമ്മളോട് തന്നെ ഇല്ലേ എന്നൊരു could you please clarify? നിങ്ങൾക്ക് ആ പപ്പനെ കണ്ടിട്ട് എന്തെങ്കിലും തോന്നിയായിരുന്നോ? ഏതോ പപ്പൻ? ഇവിടുത്തെ പപ്പനില്ലേ ഉമാരുടെ കൂടെയുള്ള? ആ ഈ തപ്പിട്ട് കിട്ടാൻ സ്ഥിതിക്ക് ചേട്ടനും ഇവരൊക്കെ ഇന്ന് തന്നെ തിരിച്ചു വരിക്കും അല്ലേ? ഇല്ല ഇല്ല ഇല്ല, വന്ന സ്ഥിതിക്ക് കംപ്ലീറ്റ് തപ്പിയിട്ടേ പോകുന്നുള്ളൂ. അവനെ കൈ കിട്ടിയാൽ ഇടിച്ചേറി കയറ്റിയിട്ടേ കൊണ്ടുപോകൂ. ഹലോ ഹലോ, എവിടെ എളിയേ? ബബീഷ് കാറ്ററിംഗ്. എടാ, നിനക്കിത് മതിയായില്ലേ? നീ അവരെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് ഒഴിവാക്കിയിട്ട് വാ. അവിടെ ഡൗട്ടൊന്നുമില്ലല്ലോ അവർക്ക്. തമ്പുരാനറിയാം. നീ ഇങ്ങോട്ടോ ശരടാ, പപ്പ ഇവിടെ ഇരിപ്പുണ്ട്. ഓ ആശാനെ ആശാനാ? കാര്യമുണ്ട്. എന്താ? ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ചോദിക്കാവോന്ന് എനിക്കറിയാൻ പാടില്ല. ഇനിയിപ്പോ എന്താ? മോളൊരു ഫുള്ളൊരു പിടി ഞങ്ങളോട് വന്നോട്ടെ. പ്രേമ, നീ ഇപ്പോഴേ ഫിറ്റാ? ആര് പറഞ്ഞു? ആണ് പ്രേമ. പിന്നെ അല്ല. എന്റെ പപ്പ മേളിൽ വന്നിരിപ്പുണ്ട്. നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ വേഗം വരാം. പാപ്പൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ പപ്പൻ വന്നിട്ടുണ്ടെന്ന്. അതിനിപ്പ എന്നാ? അവന് നമ്മുടെ ബബീഷേന്റെ അതേ ചായ ഇല്ലേന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇനി അവനാണ് നമ്മൾ അന്വേഷിച്ചു വന്ന അനിയനെങ്കിലോ? അപ്പോ ബബീഷേട്ടന്റെ അച്ഛൻ ഇവിടെയാണ് സെക്യൂരിറ്റി പണിക്ക് നിന്നത്. കുൽസ്യത്തിന് പറ്റിയ സ്ഥലാട്ടാ. അതൊന്നും ഉറപ്പിക്കാൻ വരട്ടെ, നമുക്ക് ആദ്യം പോയി നോക്കാം. Come on, ആ, let's go. അവിടെയല്ല, അങ്ങോട്ട്. അങ്ങോട്ടാണോ? ആവശ്യടാ, വണ്ടി സ്റ്റാർട്ടിംഗ് കേട്ടോ. ജീവ, ആ പപ്പ. ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു, ആരും കണ്ടില്ല. അതാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ബബീഷേട്ടൻ അച്ഛനൊരു സർപ്രൈസ് ആയിക്കോട്ടെ. ആയിക്കോട്ടെ. അതുപോലെ തന്നെ ബബിതയ്ക്ക് ഒരു ചാളയും മേടിച്ചേക്കാം. മേടിക്കാം. ഓ ലേഡീസ്. ഓ ഞാനേ ഒന്ന് കുളിച്ചിട്ട് വരാം. പപ്പൻ ഇന്നലെ പരിചയപ്പെടാൻ പറ്റിയില്ല. ഞാൻ പ്രേമൻ, കാടാമ്പള്ളി പ്രേമൻ. ഈ പപ്പൻ എന്നൊക്കെ പറഞ്ഞപ്പോ കുറച്ചും കൂടെ പ്രായം കുറവാ ഞാൻ പ്രതീക്ഷിച്ചത്. പ്രായത്തിലൊക്കെ എന്തിരിക്കുന്നല്ലേ പപ്പൻ. എന്താ എന്താ ആളെവിടെ? മോശമായി. ആളെവിടെ? ഇതാണോ ഭവിഷ്യട്ടൻ? അതാണ്. എന്താണ്? എടാ, ഇയാൾക്ക് അയാളുടെ അച്ഛനാണുള്ള പ്രായമില്ലേ? ഇന്നലെ വരെ അത്രയും പ്രായമില്ലായിരുന്നല്ലോ. എന്നാ ഇപ്പൊ കൂടി. എന്റെ കണ്ണെന്താ കുരുവാണ്? അല്ല, കോമള.